ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 9ത്തിലെ ചാപ്റ്റർ 2 പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ എക്സൈസ് 2.3ലെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ഫാക്ടറൈസ്, നമ്മളോട് ഫാക്ടറൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ ഒരു നാല് പോളിനോമിയൽസ് തന്നിട്ടുണ്ട്. ഈ 4 പോളിനോമിയൽസിനെ നമ്മളൊന്ന് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ ഫാക്ടറൈസേഷൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആണ് കേട്ടോ. ഏത് മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഫാക്ടറൈസേഷൻ ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ചാപ്റ്ററിൽ കുറേ ഐഡൻറ്റിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഏകദേശം ഒരു 8ഓളം ഐഡൻറ്റിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഫാക്ടറൈസ് എന്ന് പറയുന്ന ഈ ഭാഗം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് വെച്ചിട്ടാണ് കേട്ടോ. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അതെങ്ങനെയാണെന്നുള്ളത് ഓരോന്നും ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളാം. ഫസ്റ്റത്തെ പോളിനോമിയൽ 12x² - 7x + 1 ആണ്. നമുക്ക് 2 നമ്പറാണ് ഇവിടെ. ഈ മിഡിൽ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അതിന് നമുക്ക് 2 നമ്പറുകൾ വേണം. ആ 2 നമ്പറുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ 2 നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് കിട്ടണം. എന്താണ് കണ്ടീഷന്? ആ 2 നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² കോഎഫിഷ്യൻറ്റും കോൺസ്റ്റൻറ്റും മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സം എത്രയാണ്? -7 ആണ്. ഇവിടുത്തെ പ്രൊഡക്റ്റ് എത്രയാണ്? 12 × 1 12 ആണ്. ഇങ്ങനെ വരുന്ന 2 നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ 12ൻ്റെ ഫാക്ടേഴ്സ് കാണാം, അതായത് മൾട്ടിപ്പിൾസ്. മൾട്ടിപ്പിൾസ് അല്ല, ഫാക്ടേഴ്സ്. 1 × 12 12 ആണ്. നമുക്കിവിടെ പ്രൊഡക്റ്റ് പോസിറ്റീവ് വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 2ഉം പോസിറ്റീവ് ആവണം, ഇല്ലെങ്കിൽ 2ഉം നെഗറ്റീവ് ആവണം. അപ്പോൾ ഇനി 2ഉം പോസിറ്റീവ് ആയാലും 2 നെഗറ്റീവ് ആയാലും സംഖ്യകൾ കൂട്ടുതന്നെയാണ് ചെയ്യുക. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. നമ്മൾ എടുക്കുന്ന 2 നമ്പറുകൾ 12 ആണ് കിട്ടുക. അപ്പോൾ 1 × 12 ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 1 × 12 എന്ന് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 2 സംഖ്യകൾ കൂട്ടുമ്പോഴോ കുറക്കുമ്പോഴോ 7 കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അടുത്ത ആളെടുക്കും. അടുത്ത ആളാരാ? 2 × 6 ആണ് 12. ഇത് രണ്ടും കൂട്ടുമ്പോഴോ കുറക്കുമ്പോഴോ നമുക്ക് 7 കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അടുത്തത് 3 × 4 എടുക്കും. 3 × 4 12 ആണ്. 3ലോട്ട് 4 ആഡ് ചെയ്യുക, 7ഉം കിട്ടുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ? ഈ 2 എണ്ണത്തിന് നെഗറ്റീവ് കൊടുത്തു. -3 × -4 എത്രയാ? 2 നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആകും. അപ്പോൾ അത് +12 ആവും. -3 -4 ആഡ് ചെയ്ത് കഴിഞ്ഞാലോ -7ഉം കിട്ടും. അപ്പോൾ നമുക്ക് നമ്മളുടെ നമ്പറായി. ഏതൊക്കെയാണ്? -3ഉം -4ഉം ആണ്. ഓക്കെ, ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ള -4ഉം -3 ആണ്. എങ്ങനെ എഴുതിയാലും ആൻസർ സെയിം അല്ലേ? ഇനി നമ്മൾ ആ മിഡിൽ ടേമിനെ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം കേട്ടോ. നോക്കിക്കോളാം. ഈ -7xനെ നമ്മൾ -4x - 3x എന്ന് എഴുതും. ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരൊക്കെ ഉള്ളത്? ഇവിടെ 12x² 4x ആണ്. നമ്പറുകൾ നോക്കുമ്പോൾ 2 നമ്പറിലും കോമൺ ആയിട്ട് ആരുണ്ട്? 4 ഉണ്ട്. അപ്പോൾ 4നെ എടുത്തു. ഇവിടെ x² വരുമ്പോൾ 2x ഉണ്ട്, ഇവിടെ 1x ഉണ്ട്. അപ്പോൾ ഒരു എക്സിനെയും പുറത്തെടുത്തു. ബാക്കി വരുന്ന ആരൊക്കെയാ? 12 നിന്ന് 4 പോയാൽ ബാക്കി 3 ആണ് ഉണ്ടാവുക. നമ്മൾ മൈനസ് ചെയ്യല്ലേ ചെയ്യുക, ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ 12/4 3 എന്ന് കിട്ടും. x² നിന്ന് x പോയാൽ x ഉണ്ടാവും. ദെൻ -4x നിന്ന് 4x പോയാൽ 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ 3x + 1 എന്നാണ്, മൈനസ് അല്ല വരേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നൊരു മൈനസിനെ പുറത്തെടുത്താൽ മതി. ബാക്കി ആരൊക്കെ ഉണ്ട്? 3x + 1 എന്ന് കിട്ടും. ഇനി ഇതിൽ രണ്ടിലും കോമൺ ആണ് ആര്? 3x - 1. അതിനെ പുറത്തെടുക്കുക. അപ്പോൾ ബാക്കി ആരൊക്കെ ഉണ്ടാവുക? ഇവിടെ ഒരു 4x ഉണ്ട്, മൈനസ് എല്ലാ നമ്പറിൻ്റെയും കൂടെ ആരുണ്ട്? 1 ഉണ്ട്. ഇപ്പം നമുക്ക് നമ്മളുടെ ഫാക്ടറായി. ഏതൊക്കെയാണ് ഫാക്ടർ? 3x - 1ഉം 4x - 1ഉം ആണ് നമ്മളുടെ ഫാക്ടർ. ഓക്കെ, ഏതൊക്കെയാണ് ഫാക്ടർ? 3x - 1ഉം 4x - 1ഉം ആണ് ഫാക്ടേഴ്സ്. അടുത്ത രണ്ടാമത്തെ എടുക്കുകയാണ് നമ്മൾ. 2x² + 7x + 3 ആണ്. ഇവിടെ നമുക്ക് സമ്മ് വരുന്നത് 7ഉം പ്രൊഡക്റ്റ് വരുന്നത് 2 × 3 6ഉം ആണ്. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് വരുന്ന നമ്പറുകൾ നമ്മൾ നോക്കുകയാണ്. 1 × 6. പക്ഷേ ഈ 6 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടുന്നുണ്ട് അല്ലേ? 6 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടുന്നില്ലേ? കിട്ടേണ്ടത് പോസിറ്റീവ് തന്നെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ നമ്പർ തന്നെ നമുക്ക് നിർത്താം.
അപ്പുറത്തേക്ക് ഇനി പോകണ്ട കേട്ടോ. അപ്പോൾ 2x² + 1x + 6x സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം പ്രകാരം 7xനെ നമ്മൾ 1x + 6x എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഇതിൽ നിന്ന് ആരാ കോമൺ ആയിട്ടുള്ളത്? 2x² എന്നും 1x എന്നും കോമൺ ആയിട്ട് ആരാ? എക്സേ കോമൺ ആയിട്ടുള്ളൂ. അപ്പോൾ എക്സിനെ പുറത്തെടുത്തു. ബാക്കി ഇവിടെ ഒരു 2 ഉണ്ട്, x² ഉണ്ട്, ഒരു എക്സും ഉണ്ട്, പ്ലസ് 1x എന്ന് എക്സ് പോയി പ്ലസ് 1. ഇവിടുന്ന് രണ്ടും ആരെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം? 3നെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 6 നിന്ന് 3 പോയാൽ ബാക്കി 2 ഉണ്ടാവും, അപ്പോൾ 2x. 3 നിന്ന് 3 പോയാൽ ബാക്കി 1 ഉണ്ടാവും, അപ്പോൾ 2x + 1. കണ്ടോ? ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരാ? 2x + 1. ബാക്കി പിന്നെ ആരാ ഉള്ളത്? x + 3. അപ്പോൾ ഫാക്ടേഴ്സ് ആയില്ലേ? ഏതൊക്കെയാ? 2x + 1ഉം x + 3യുമാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് വരുന്നത്. അടുത്ത് സമ്മ് 5ഉം കിട്ടണം, പ്രൊഡക്റ്റ് -36ഉം കിട്ടണം. അഥവാ 6 × -6 എന്നല്ലേ? 6 × -6 എന്നല്ലേ? അപ്പോൾ 6 × -6 എന്ന് പറഞ്ഞാൽ -36 ആണ്. ഓക്കെ, 1 × 36. പക്ഷെ ഇത് ആഡ് ചെയ്യുമ്പോഴോ മൈനസ് ചെയ്യുമ്പോഴോ നമുക്ക് 36 5 സമ്മായിട്ട് കിട്ടൂല. ദെൻ 2 × 18, ഇവിടെ നമുക്ക് 5 സമ്മായിട്ട് കിട്ടൂല. ദെൻ 3 നോക്കി, 3 × 12, 12ക്ക് 3 കൂട്ടിയാൽ 15 ആണ്, 12 നിന്ന് 3 പോയാൽ 9 ആണ്, അപ്പോൾ അതും പറ്റില്ല. പിന്നെ 4 വരുന്നത് 4 9 36, 9 നിന്ന് 4 പോയാൽ 5 ആണ്. അവിടെ നമ്മളെ കണ്ടീഷൻ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി നോക്കിയേ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടണം. അപ്പോൾ ഇതിൽ ആരോ ഒരാൾ നെഗറ്റീവാണ്. അപ്പോൾ സമ്മ് നോക്കുക, സമ്മ് പോസിറ്റീവ് വരുന്നുണ്ടെങ്കിൽ ലാർജ് നമ്പർ ഷുഡ് ബി പോസിറ്റീവ് എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ചെറിയ നമ്പറായ 4 ആണ് നെഗറ്റീവ് വരിക. അപ്പം -4 × 9 എന്ന് വരും. അപ്പോൾ നമ്മൾ -4 9 എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യണം. 6x² -4x + 9x -6 എന്ന് കിട്ടും. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാ? ഒരു 2 കോമൺ ആണ്, ഒരു എക്സും കോമൺ ആണ്. 6 നിന്ന് 2 പോയാൽ ബാക്കി 3 ഉണ്ടാവും, മൈനസ് എല്ലാം ഡിവൈഡ് ചെയ്യാണ് വേണ്ടി കേട്ടോ. x² എന്നൊരു എക്സ് പോയാൽ ബാക്കി എക്സ് ഉണ്ടാവും, -4 എന്നൊരു 2 പോയാൽ 2 ഉണ്ടാവും, എക്സ് പുറത്താണ്, പ്ലസ് മറ്റേന്ന് 2 നിന്ന് ഒരു 3നെ പുറത്തെത്തും. 9 നിന്ന് 3 പോയാൽ 3 ഉണ്ടാവും, പിന്നെ ഒരു എക്സ്, -6 നിന്ന് 3 പോയാൽ 2. ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാ? 3x - 2, 3x - 2 അതിനെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളത് ആരൊക്കെയാണ്? 2x + 3. അപ്പോൾ 3x - 2ഉം 2x + 3യും ഇതാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് വരുന്നത്. അടുത്ത നാലാമത്തെ 3x² - x -4 എന്നുള്ളതാണ്. സമ്മ് -1ഉം കിട്ടണം, പ്രൊഡക്റ്റ് 3 × -4 -12ഉം കിട്ടണം. ഓക്കെ, ആദ്യം നമ്മൾ 12ൻ്റെ ഫാക്ടേഴ്സ് ചെയ്തും 1 × 12, പക്ഷേ 12ലേക്ക് ഒന്ന് കൂട്ടുമ്പോഴോ കുറക്കുമ്പോഴോ 1 കിട്ടുന്നില്ല. ദെൻ 2 × 6 അവിടെയും പോസിബിൾ അല്ല, 3 × 4 ഇത് പോസിബിൾ ആയിട്ട് വരിക. അപ്പോൾ നോക്കിയേ മക്കളെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് വരണമെന്നുണ്ടെങ്കിൽ ഒരാൾ നെഗറ്റീവാണ്. അതാരാന്നുള്ളത് നമ്മളുടെ സമ്മ് തീരുമാനിക്കും. സമ്മ് നെഗറ്റീവ് വരണമെന്നുണ്ടെങ്കിൽ ലാർജ് നമ്പർ ഷുഡ് ബി നെഗറ്റീവ്. ഇനി നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം. 3x² + 3x -4x -4, ഇതിൽ നിന്ന് രണ്ടും കോമൺ ആയിട്ട് 3നെയും എക്സിനെയും പുറത്തെടുക്കാം. ബാക്കി ആരുണ്ട്? 3 പോയി, x² നിന്ന് x പോയി, ബാക്കി എക്സ്, ഇവിടുന്ന് 3x പോയ ബാക്കി പിന്നെ 1. അപ്പോൾ x + 1 എന്ന് കിട്ടും. ഇവിടുന്ന് ഒരു -4നെ പുറത്തെടുത്താൽ ബാക്കി ഈ ഒരു എക്സും ഉണ്ട്, മൈനസ് പ്ലസ് ആവും, +4 എന്താവും? +1 ആവും. അപ്പോൾ x + 1 രണ്ടിടത്തും കോമൺ ആണ്. ആ x + 1നെ അങ്ങോട്ട് പുറത്തെടുക്കാം. ബാക്കി 3x - 4. അപ്പോൾ നാലാമത്തിൻ്റെയും ഫാക്ടേഴ്സ് ആയില്ലേ? ഏതൊക്കെയാണ് നാലാമത്തിൻ്റെ ഫാക്ടേഴ്സ്? x + 1ഉം 3x - 4ഉം എന്നും പറയുന്നതാണ് എന്ത്? നാലാമത്തിൻ്റെ ഫാക്ടേഴ്സ് വരുന്നത്.